പിന്നെയും ഞാൻ കരഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പാസ്സാകണേ എന്നല്ല പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, അമ്മയുടെ നിത്യസാക്ഷിയായി എന്നെ ഉയർത്തണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണമേ. കാരണം പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട്, ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോവുള്ളൂ, വീട്ടിൽ നിന്ന് പറഞ്ഞാലും പോവില്ല. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും തുടങ്ങി. പിന്നെ എൻ്റെ മുന്നിലുള്ളത് 19-ാം തീയതി, ഏപ്രിൽ 19-ാം തീയതി എക്സാമാണ്. അത് ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യവും പ്രാർത്ഥനയും മാത്രം കണ്ടു, ഒന്നും പഠിച്ചില്ല. അവിടെ ചെല്ലുന്നിടം വരെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഓരോന്നായി കണ്ടു. ഞാൻ എക്സാമിന് കയറി. എല്ലാം എനിക്ക് മനസ്സിലായി, ഞാൻ പാസ്സാകുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. വീണ്ടും വീട്ടിൽ വിളിച്ചു, അവിടെ നിന്ന് തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട്. മമ്മി ചോദിച്ചു, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെയാണോ, പാസ്സാകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എന്നെ പാസ്സാക്കും, കാരണം എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഓഗസ്റ്റ് വരെ 1 വർഷം ആകുമ്പോഴത്തേന് എനിക്ക് പാസ്സായി കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. പ്രോസസ്സിങ് കഴിഞ്ഞ് ഓഗസ്റ്റ് പ്രോസസ്സിങ് ഫിനിഷ് ആകണം. അതിന് ഇപ്പം പാസ്സായാലേ എൻ്റെ പ്രോസസ്സിങ് ഫിനിഷ് ആവുള്ളൂ ഓഗസ്റ്റിൽ. അപ്പം ഞാൻ എക്സാം എഴുതിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കണ്ടിന്യൂ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ മാതാവേ, എനിക്ക് പാസ്സാകണേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം,